വിശുദ്ധ തിരുവചനത്തിലെ അവസാനത്തെ പുസ്തകമാ വെളിപ്പാട് പുസ്തകം. ഇന്നലെയും മനഞ്ഞാന്നുമെല്ലാം വെളിപ്പാടിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ വ്യക്തമായി സംസാരിച്ചു. എന്താ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അവസാന നാളുകളിൽ പത്മോസിൻ്റെ ഏകാന്തതയിൽ വരുവാനിരിക്കുന്ന പുലരിയെപ്പറ്റി യോഹന്നാനോട് ദൈവം കാട്ടിക്കൊടുക്കുന്നത് ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. പലർക്കും അറിയത്തില്ല യേശു എന്തിനു വന്നു, എങ്ങനെ വന്നു. സ്തോത്രം. ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത്. എവിടെ പാപം ആരംഭിച്ചു? ഇന്ന് രാത്രി ഏതെൻ്റെ പൂങ്കാവനത്തിന് ആദ്യത്തെ കുടുംബത്തെ പിശാചി നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾക്കറിയാം, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചുകൊണ്ട് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തിയവർ തോട്ടത്തിന് പുറത്തായി. അവിടെ ആ പാപം ആരംഭിക്കുന്നത് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ്. പാപത്തിന് പരിഹാരമായ അന്നത്തെ കാലത്ത് ആദമ്യ കുടുംബം മരമുരിയാട് കൊണ്ട് അവരുടെ നഗ്നത മറച്ച് തോട്ടത്തിന് പുറത്തായി. രണ്ടാമത്തത് പാപത്തിന്റെ പരിഹാരം എവിടെ? അകൽദേ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ 1800 പരം കിലോമീറ്റർ കൊണ്ടുപോകുന്ന വാർദ്ധക്യകാലത്തെ ഒരു സന്തതി. അതാ ആദ്യത്തെ ആടിന്റെ പരമയാകും. കുഞ്ഞ് പ്രായമാകുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിന്റെ കൽപ്പന കേട്ടു മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുവന്നു. കുഞ്ഞിനെ യാഗപീഠത്തിൽ കിടത്തുമ്പോൾ സ്വർഗീയ ശബ്ദം കേട്ടു, യിസ്ഹാക്കിന്റെ മേൽ കത്തിവെക്കരുത്, അവന് പകരമായ ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഒരു പൈതലിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അറക്കപ്പെടുന്നു. 2, 3 ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ ഏൽക്കുന്നു. അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാൽ മേൽ കുറുമ്പടി മേൽ അത് കണ്ട് ഇസ്രായേൽ ജന ചെങ്കടൽ കടന്നു. മൂന്നാമത്തെ ആടിന്റെ പരമയാഗ, 4ാമത്തെ യാഗ. ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂറ് നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ച് അവൻ നല്ലവൻ, അവൻ്റെ എന്നേക്കുമുള്ളത്. 1,50,000 പരം ആടുകളുടെ രക്തം അവിടെ വീണു. ദൈവ സാന്നിധ്യം ഇറങ്ങി. അതിനുശേഷം ദൈവജന പാപത്തിലേക്ക് പോയി. വീട്ടിനകത്ത് പകയും പിണക്കവും കോപവും നൊന്തുപക്ഷവും ജാരശങ്കയും കുഷ്ഠവും ടൈഫോയിഡും ആഗീപിത ഗർഭമെല്ലാം വന്നപ്പോൾ ഊനമൃഗങ്ങളെ അറക്കുവാൻ തുടങ്ങി. ലോകത്തിന്റെ ചരിത്രം കുറുപ്രാവിനെയും കാളകളെയും ഹല്ലേലൂയ കോലാട്ടുകൊറ്റനെയും ചെമ്മരിയാട്ടിനെയും എല്ലാം അറക്കാൻ തുടങ്ങി. ഈ ഊനമൃഗങ്ങളുടെ രക്തം പടപട വീണപ്പോൾ സ്വർഗം ചോദിച്ചു, അയ്യോ അയ്യോ, ഈ പാവപ്പെട്ട ഊനമൃഗങ്ങളുടെ രക്തം വീഴേണ്ട സകല പാപത്തിന്റെ പരിഹാരത്തിൽ ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ സന്ധിയിൽ ഒരുവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി അവനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതുകൊണ്ട് യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയൊരു പാപമുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന് ആട്ടുകൂട്ടി. ആരാ ലോകത്തിന്റെ പാപം? ഇന്ന് രാത്രി CSIയുടെ പാപമല്ല, പെന്തക്കോസിന്റെ പാപമല്ല, ബർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരാട്ടുംകുട്ടി അറക്കപ്പെട്ടു. അവന്റെ പേരത്രേ നാസറേനായ യേശു ക്രിസ്തു. പാപം രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. പാറശാലയിൽ നല്ല സമരം നടക്കുമ്പോൾ CPMന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറയും, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷി മരിക്കുന്നില്ല. കാരക്കോണത്ത് BJPയുടെ ശിബിരം നടക്കുമ്പോൾ അവർ പറയും, ബലിദാനികൾ മരിക്കുന്നില്ല. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെടണം. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, മിണ്ടുന്നില്ല, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി വീട് തരാനല്ല, കാർ തരാനല്ല, കമ്പ്യൂട്ടർ തരാനല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിന് ദേഹിക്ക് മരണം, ആത്മാവിന് മരണമില്ല. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിലും മരണം. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്ര. അങ്ങനെയെങ്കിൽ ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ അപ്പച്ചന്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവമായ യേശു ക്രിസ്തു ഇന്ന് രാത്രി ആ നല്ലവനായ കർത്താവിനെ ഞങ്ങൾ ഉയർത്തുന്നു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30ാമത്തെ തിരുവയസ്സിൽ സ്നാനമേൽക്കുന്നു. 33ാമത്തെ തിരുവയസ്സിൽ കാൽവരുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. അതിനുശേഷം 40 ദിവസം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 40ാം ദിവസം ഉലുമലയിൽ നിന്ന് അവൻ സ്വർഗാരോഹണം ചെയ്തു. ഇനി അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അതിന്റെ പൂർണ്ണത വിശുദ്ധ വെളിപ്പാട് പുസ്തകം. പത്മോസിന്റെ ഏകാന്തതയിലേക്ക് യോഹന്നാനെ മാറ്റുന്നു. പത്മോസിന്റെ പ്രത്യേകത ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, സ്വർഗം തുറക്കുന്നു. അവൻ കണ്ട കാഴ്ച നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യനന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് യോഹന്നാനെ, ഇപ്പോൾ കിടക്കുന്ന പത്മോസ്. മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. അതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. 422 അധ്യായങ്ങൾ. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3
ആസയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാണ്ട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ വീണകൾ മീട്ടുന്നു ദൈവ ഭക്തന്മാർ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഗതിയ ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 അന്തിമയുദ്ധം, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, ഒന്നാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി. 22 എന്ന് രാത്രി ഇതാ ഞാൻ വേഗം വരുന്നു, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, പലുകളിൽ കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കട്ടെ, കുടവിളാകത്ത് കാത്തിക്കുത്ത് നടത്തുന്നവൻ കാത്തിക്കുത്ത് നടത്തട്ടെ, നീതിമാൻ മുട്ടുമടക്കട്ടെ, ദൈവസഭ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകത്തിൽ ആസിയയിലെ 7 സഭകൾ, എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുദയൂര, പെർഗമോ, സർദീസ്, അവസാന സഭയുടെ പേര് ഫിലാഡൽഫിയ സഭ. ശ്രദ്ധ വായിച്ചത് വെളിപ്പാട് 3:10-11. അതിനകത്ത് ഫിലാഡൽഫിയ സഭയോട് പറയാം, നിന്റെ ചർച്ചിനകത്ത് വലിയ ആളൊന്നുമില്ല, വലിയ കമ്പ്യൂട്ടറും താളമേളങ്ങളും കീബോർഡും ഇല്ല. സ്വർഗമാ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തുർക്കിയിലെ അള്ളാഷെയർ എന്ന് പറയുന്ന നഗരത്തിൽ കിടക്കുന്ന സഭയാ ഫിലാഡൽഫിയ സഭ. ഫിലാഡൽഫിയ സഭയോട് സ്വർഗം പറയുന്നു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ ഒരു പരീക്ഷാകാലം വരും, ആ പരീക്ഷാകാലത്ത് ഞാൻ വേഗം വരും. എന്ന് രാത്രി നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കേൾക്കുക. ഇച്ചിരി കട്ടിയുള്ള സബ്ജക്റ്റ് ആർക്കും അധികം ഇഷ്ടപ്പെടത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഇന്നലെ രാത്രിയും കൂടെ ഞാൻ പറഞ്ഞു, ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടാറുണ്ട്, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, രക്ഷയുടെ വാതിലുകൾ അടയാറായി. കൃപായുഗം കഴിഞ്ഞാൽ ലോകം അവസാനിക്കുന്നില്ല. 4 യുഗങ്ങളുണ്ട്, ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴ്. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തോടനുബന്ധിച്ച് ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ വേനലെടുത്തുമല്ലോ ഇസ്രായേൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഒരുവന്റെ കയ്യിൽ ലോകഭരണം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. നോഹിൻ കാലത്ത് സംഭവിച്ചതുപോലെ കുമരൻ വെളിപ്പെടുന്ന നാളിൽ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ വെളിപ്പെടുന്ന നാളിൽ, ഇന്ന് രാത്രി ദൈവസഭ ബൈബിളിനകത്ത് 3 ലോക, സയൻസ് വിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ. ഒന്നാമത്തെ ലോകത്തിന്റെ പേര് കാസ്മോസ്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിന്മീതെ പരിവർത്തിച്ചു. ഇരുൾ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിന്റെ പേര് കാസ്മോസ്. ആ ലോകം പോയി. അതാ നോഹയുടെ കാലം. ഇന്നുള്ള ആകാശം. 2 പത്രോസ് വജിറോ, 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ബ്രിൻഭാസ് എന്ന് പറഞ്ഞു, മൂലപദാർത്ഥം കത്തിയേഴും, ഭൂമിയും അതിലെ സകല പണികളും വന്നുപോകും. അത് താൻ മേടയിൽ ഉட்கார்ന്ന അരുമயான வாலிபர் என்ற நாட்களில் தெருவா ஒரு கானத்தை கொடுக்குது. சூள போல கத்துன நாள் வருന്നിതാ, ഈ ലോകം കത്തി നശിക്കും. സന്തോഷമേ கிடையாது. സോത്ര. ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരും, ഈ ലോകം കത്തി നശിക്കും. അതിന് സയൻസ് വിളിക്കുന്ന പേര് അയോൾ. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി இந்த കൺവെൻഷൻ കൂട്ടങ്ങളിൽ കടസി നാൾക്കൾ இந்த വന്നിരിക്കുന്ന നമുക്ക് ഒരു പ്രത്യാശയിൽ പൊൻകിരണ സ്വർഗം തരുന്ന പൊതുവാന ഭൂമി. അതാ വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അന്ന് പാറശാല ഭാഷ പറഞ്ഞ റോസമാമയ്ക്ക് റോസയെ പിടിക്കാൻ മുള്ളു കാണത്തില്ല, ചിന്നമാമയ്ക്ക് പാവയ്ക്ക് തിന്നാൻ കയ്പ് കാണത്തില്ല, തോമാച്ചാൻ തെങ്ങിക്കേറി ഇഷ്ടം പോലെ കൊട്ടിയാലും കല്ല് കാണത്തില്ല, ടെറസിനകത്ത് കഞ്ചാവ് വളർത്തുന്ന മോൻ എത്ര വളർത്തിയാലും കഞ്ചാവ് കാണത്തില്ല. അന്ന് സർപ്പത്തിന്റെ പൂട്ടിനകത്ത് കുഞ്ഞുങ്ങൾ കളിക്കും. അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന കാലം വരുന്നു. അതിന്റെ പേരാ പുതുവാന ഭൂമി. അതിന് പേര് പറയുന്ന പേരാ വൈക്കോമിന് വരുവാനുള്ള ലോകം. ആ ലോകത്തിനകത്ത് കൈവിടപ്പെട്ടു പോയാൽ എന്ത് നടക്കും? കാന്തൻ വരവുക്കുള്ള കൈവിടപ്പെട്ടു പോയാൽ, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കേൾക്കും. എവിടാ പരീക്ഷാകാലം? ദൈവസഭ എടുക്കപ്പെട്ടാൽ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 3 ആസയിലെ 7 സഭ, 4 സഭയുടെ അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 ആട്ടിൻകുട്ടി മുദ്രകൾ പൊട്ടിപ്പിക്കുന്നു. അഥവാ ദൈവസഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ഇന്നലെ സഭ എടുക്കപ്പെട്ടാൽ യെരൂശലേമിന്റെ ദൈവാലയവും അതിനോടനുബന്ധിച്ച് പ്രാകാരത്തെയും പറ്റി ഇന്നലെ ചിന്തിച്ചു. അത് കഴിഞ്ഞ് ദൈവസഭ എടുക്കപ്പെട്ടാൽ പാറശാലയിലും പാളുകളിലും കന്നുമാമോടും എന്ത് നടക്കാൻ പോകുന്നു? വായിച്ച് സഹായിക്കാൻ ബൈബിൾ കൂടെ ഇരിക്കണം. 2 മുദ്ര പൊട്ടിച്ചപ്പോൾ വായിക്കാം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-4. വെളിപ്പാട് ദീർഘദർശൻ കടിതം അധികാരം 6 വസനത്തെ 3-4 വാസിക്കരുത് இந்த നാൾക്കല്ലേ വായിക്കാം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ബൈബിൾ കൂടെ ഇരിക്കണം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഇന്നലെ ഇസ്രായേലിന്റെ സമാധാന
സമാധാനത്തിന് വേണ്ടി വെള്ളക്കുതിരയെങ്കിൽ ഇന്ന് ദാ വരുന്ന ചുവന്ന കുതിര പുറപ്പെട്ടു. അടുത്ത വാക്ക്, അതിന്റെ പുറത്തിരിക്കുന്നവന് അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് ആ അധികാരം ലഭിച്ചു. 2025 പോൻ വാക്യം മാറ്റല് അവിടെ തന്നെ പേപ്പർ വെച്ചിരിക്കണം. മർക്കോസിലേക്ക് തിരിച്ചു വരണം. 2025 പുതു നാൾക്കളിൽ ഞങ്ങൾക്കാൽ ഊഴിയക്കാർ പറഞ്ഞത് വീട് കടയ്ക്കും, കാറ് കടയ്ക്കും, കമ്പ്യൂട്ടർ കടയ്ക്കും, നല്ല പണത്തെ കടയ്ക്കും. സ്വോത്രം. இந்த നാളുകളിൽ പത്രമെടുത്ത് പത്രികയെ പാത്തിരിക്കുന്നത് കേരളാവിൽ നോക്കിയാൽ എന്നും മരണം, കൊലപാതകം, സന്തോഷമേ കടയാതെ. സ്വോത്രം. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ആരെ കൊല്ലു? ഇന്നത്തെ കേരളത്തിലെ കൊലപാതകം. തമിഴ്നാട് എത്രയോ മര്യാദയോട് ജീവിക്കുന്നു. അപ്പൻ മക്കളെയും മക്കൾ അപ്പനെയും കൊല്ലുന്ന കാഴ്ച. നല്ല കാലമൊക്കെ തീർന്നില്ലേ? കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ? ഇന്ന് മയക്കുമരുന്നിനും കഞ്ചാവിനുമെതിരെ കോഴിക്കോട് ഒരു ചെറുപ്പക്കാരൻ ചെയ്തു നിന്ന സ്വന്തം അമ്മയുടെ തലയറുത്തു മാറ്റി തൊട്ടിൽ പാല്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ? തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഞങ്ങൾ പാർക്കുന്ന, ഞാനടക്കം വരുന്ന തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ 23 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ 1 2 3 4 5 എന്നിട്ട് 6ാമത് സ്വന്തം അമ്മയെ തലക്കടിച്ചിട്ട് ഇവിടെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ വെഞ്ഞാറമൂട് CI എന്ന് പറഞ്ഞ് ഞാൻ 6 പേരെ കൊന്നു. പോലീസ് ഉദ്യോഗസ്ഥന് ശരീരവേദന ഉണ്ടായി, വീടായിരുന്നു ഭാഗ്യം. ബാക്കി പോലീസുകാർ പിടിച്ച് അദ്ദേഹം അനങ്ങിയില്ല. അടുത്ത DYSP വന്നിട്ടാ കാണിച്ചത്. പാങ്ങോടും വെഞ്ഞാറമൂട്ടുമായിട്ട് അവൻ വിചാരിച്ച അമ്മയും ചത്തന്ന്. കഷ്ടകാലത്തിന് അമ്മ രക്ഷയിട്ട് ഒറ്റയടിക്ക് 5 പേരെ ഒരു ബൈക്കിനകത്ത് നടന്ന് കേരളത്തിൽ ഒരു വാലിബൻ കൊന്നിരിക്കുന്നത്. സ്വോത്രം. മനസ്സിലാക്കണം. എവിടം വരെ അമേരിക്കയിലെ മാധ്യമങ്ങൾ, അമേരിക്കൻ പത്രങ്ങളിൽ വരെ വന്നു. ഈ പ്രസംഗം യൂട്യൂബിൽ പല രാജ്യങ്ങളിൽ വന്നു. 10-28 രാജ്യക്കാരനോട് സംസാരിക്കാറുണ്ട്. എന്നോട് അവർ ഈ വാർത്ത കണ്ടിട്ട് ചോദിച്ചു, പാസ്റ്റർ ഇത് ശരിയാണോ? ഞാൻ പറഞ്ഞു കറക്റ്റാണ്. 23-കാരൻ ഒരു ചെറുപ്പക്കാരൻ പാങ്ങോട് മുതൽ വെഞ്ഞാറമൂട് വരെ 5-6 പേരെ ഒറ്റയടിക്ക്, അതിൽ 5 പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. മനുഷ്യൻ അന്യോന്യം കൊല്ലപ്പെടുന്ന ഒരു കാലം. തൊട്ടടുത്ത് കളിക്കാവളെ എല്ലാം കേൾക്കണം. കർത്താവ് വരുമോ? തിരുവനന്തപുരം ചൂടമ്പാലക്കാരൻ ദീപു എന്നൊരു ചെറുപ്പക്കാരനെ കളിക്കാവളെ അവന്റെ സന്തത സഹചാരി അമ്പിളി 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബ്ലേഡ് കൊണ്ട് അറുത്തു കൊന്നു. ചെങ്കവളയിൽ ഞാൻ പ്രസംഗിച്ചു വരുമ്പോൾ കളിക്കാവളെ കണ്ട കാഴ്ച പോലീസുകാർ കൂടെ നിൽക്കുന്നു. എവിടം വരെയായി മനുഷ്യൻ? തിരുവനന്തപുരത്തിന്റെ അടുത്ത കഥ. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ആഭിചാരത്തിന്റെ പേരിൽ രാത്രി 2 മണിക്ക് ദേവൂട്ടി എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ബാലരാമത്തെ കിണറ്റിലിട്ട് കൊല്ലുന്ന തള്ള. നാടൻ മലയാളം. അനീഷ് കാവാലം പറയുന്നുള്ളൂ, അത് തന്നെ പറയണം. സ്വോത്രം. ഇനി അങ്ങനെ പറയേണ്ട കാലം വരാറായി. എത്ര ക്രൂരമായ കാലം. തിരുവനന്തപുരം സിറ്റി ലോഡ്ജ് നിങ്ങൾക്കറിയാമോ? രാവിലെ ഒരു ചെറുപ്പക്കാരന് 36 വെട്ടുകൊണ്ടാണ് കൊന്നത്. എല്ലാ ദിവസവും ഞാൻ തമ്പാനൂർ വന്നിട്ട് ഓരോ ദിവസവും ഇവിടെ യോഗത്തിന് വരുന്നത്. തമ്പാനൂരിൽ പക്കത്തുള്ള കടകളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവിടെ എല്ലാ കടകളിലുമായിട്ട് എനിക്ക് നല്ല ബന്ധം. ഞാൻ വരുമ്പോൾ ചായ കുടിക്കുന്നതാണ്. ഇതുപോലൊരു ഞായറാഴ്ച രാവിലെ ഞാൻ ആരാധനയ്ക്ക് പോകാൻ ചർച്ചിൽ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തമ്പാനൂരിൽ നിന്ന് വിളിക്കുന്ന ആര്യായില്ലേ, ആ പയ്യൻ പ്രസംഗം കേൾക്കുന്നതാണ്, തമിഴ്നാട്ടുകാരനാണ്. ആ പയ്യൻ എന്നോട് കരഞ്ഞവരുണ്ട്, സാറേ പറഞ്ഞ കാര്യം ശരിയായി. ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയുക? കൊടിയിൽ ടൂറിസ്റ്റ് 52കാരൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ചായക്കടയുടെ മേളിൽ കാണുന്ന കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ 52കാരൻ 42കാരിയെ കഴുത്തറത്ത് കൊന്നു കളഞ്ഞു. കോഴി ഇറക്കുന്നത് പോലെ തിരുവനന്തപുരം. എവിടം വരായി? ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. എന്തോ ഒരു കൊലപാതകങ്ങളാണ് നടക്കുന്നത്. മത്തമ്പാല ഇളഞ്ചിറയി ഞാൻ മിണ്ടുന്നില്ല. എത്രയെത്ര കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്നു. അന്ത്യദിനങ്ങളിൽ അവൻ വരുന്നതിന് മുമ്പ് കൊലപാതകങ്ങളുടെ പരമ്പര. ഒരു ഗവൺമെന്റ് വിചാരിച്ചാലും നടക്കത്തില്ല. മുഖ്യമന്ത്രിമാരെയോ മുതലമച്ചർമാരെയോ ഇവിടുത്തെ ഹല്ലേലൂയ പ്രസിഡന്റുമാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുവന്റെ കയ്യിലേക്ക് ലോകം കണ്ടോ? പച്ച മനുഷ്യനെ കൊന്നിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോവാൻ ഞാൻ ആളെ കൊന്നെന്ന് എത്ര ചങ്കൂറ്റത്തോടെ പറയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ട്: മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നൊരു കാലം വരും. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികൾ. അത് താൻ യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. അതുക്കുള്ള ഞങ്ങൾ നാഥൻ പേശിയിരിക്കുന്നത് யாரை கொல்லு. வைக்கம் മോനെ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. പത്രമെടുത്ത് പത്രികയെ പാത്തിട്ട് ഈ വചനത്തെ വായിക്കണം. മർക്കോസ് 13:12. സഹോദരൻ സഹോദരനെ സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലും. ആറാട്ടുകൂടി CSIയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ 5 മരങ്കാലയിലും വെള്ളറടയിലും നടന്ന ഞെട്ടിച്ചൊരു സംഭവം. സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയൻ തൊട്ടടുത്ത് വെള്ളറട കൊന്നു കളഞ്ഞു. എത്രയും ക്രൂരമായ കാലം. സഹോദരനെ വായിച്ചിട്ട് മക്കളെ, അപ്പൻ മകനെയും മരണത്തിനെ ഏൽപ്പിക്കും. മേപ്പൂക്കടയിൽ സംഭവിച്ചത് അപ്പൻ മകനെ കൊന്നു പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ എത്രയും വലിയ സംഭവങ്ങളാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. ഒരു അന്ത്യകാലമായില്ലേ? തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് കണ്ടില്ലേ? അനുശാന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, കല്ലമ്പലത്തുകാരി, കാമുകൻ നിനോ മാത്യുവിന് വേണ്ടി 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊട്ടേഷൻ കൊടുത്തു. അവളുടെ കണ്ണിന്റെ കാഴ്ച പോയ ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരൻ 34 വർഷം തടവിന് പൂജപ്പുര കിടക്കുന്നു. സഹോദരനെ അപ്പൻ മകനെ കൊല്ലുന്ന ഒരു കാര്യം, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊലയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന കേരളം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ദാ കിടക്കുന്ന സ്വത്തിന് വേണ്ടി സ്വന്തം മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്ന ഒരു കാര്യം പത്രം വായിച്ചിട്ട് ആരും കരയേണ്ട, ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. സ്വന്തം മാതാപിതാക്കളെ സ്വത്തിന് വേണ്ടി കൊട്ടേഷനും കൊടുത്ത് കൊല്ലുന്ന മക്കൾ ഈ ലോക നല്ല കാലമൊക്കെ തീർന്നോ. അതുകൊണ്ടാ ഭക്തൻ പറയുന്നത് ഇത് ദുഷ്കാലമാകയാ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കരമുയർത്തുന്നവർക്ക് ഈ പത്രവാർത്തകൾ മുഴുവൻ ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട്. എതിർക്കസു വരുന്നതിന് മുമ്പിട്ട് ഇന്നത്തെ ഉലക ഭരണം അവന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രിമാര് ഒരു പോലീസുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കഞ്ചാവ് വരും, മയക്കുമരുന്ന് വരും, കൊലപാതകം വരും. പത്രത്തിനകത്ത് രാവിലെ തുറന്നു നോക്കുന്ന പേടിപ്പിക്കുന്ന വാർത്തകൾ. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. കാന്തൻ വരവിൽ കൈവിടപ്പെട്ടാൽ സാമ്പിൾ വെടിക്കെട്ട് വരാൻ പോകുന്ന ആറ്റമിക് യുദ്ധം വായിക്കാം. വെളിപ്പാട് 3:10-11 പ്രിനു തിരിച്ചു കൊണ്ടുപോവാ. വെളിപ്പാട് 3:10-11 ഭയങ്കര സംഭവം നടക്കാൻ പോകുന്നു. വെളിപ്പാട് കുറിച്ചുള്ള മോനെ വെളിപ്പാട് 6:3 വാക്യം വായിച്ചാട്ടെ. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു. അവിടെ തൊട്ട് ഒന്നുകൂടെ വായിച്ചാട്ടെ. വെളിപ്പാട് 6:3-4 ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ഇത് അമ്മമ്മ പത്രവാർത്ത ചേട്ടാ, ഇതെല്ലാം നോട്ട് ചെയ്യും. ബൈബിളിനകത്ത് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. എവിടെ ഇന്ന് സമാധാനം? അതുകൊണ്ടല്ലേ പോലീസുകാർ നേതാക്കളുമല്ല യോദ്ധ റോഡിനകത്ത് കുഞ്ഞുങ്ങളുടെ പ്രകടനം സമാധാനം കഞ്ചാവും മയക്കുമരുന്ന് എവിടെ ചെന്നാലും. അതുകൊണ്ട് ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ അടുത്തുപോയി. സന്തോഷമില്ലല്ലോ. നമ്മുടെ തലമുറകളെല്ലാം പാപത്തിന്റെ വിപത്തിനകത്ത് വീഴുന്നു. അടുത്തത് ഇതാ നമ്മുടെ പ്രസംഗം. വലിയൊരാറ്റമായി അവന് കിട്ടാൻ പോകുന്ന അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. ഒരു വലിയ വാളും അവന് കിട്ടി. ഇതാണ്ട് എല്ലാവരും നോട്ട് ചെയ്താട്ടെ. തമിഴ്നാട്ടിലെ ഭാഷ പറഞ്ഞ പനച്ചുമൂടി ചന്തേന്ന് കിട്ടിയ കത്തിയല്ല, പട്ടയാ. അതോ വലിയ വാളും അവന് കിട്ടി. ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി വളരെ സ്ലോയിലേ പോകത്തോളൂ. പറഞ്ഞു തരാം. 2009 കർത്താവിന്റെ വരവിന്റെ നിർണായക വർഷമാണ് 2009. അതിനകത്ത് പറയാം 2009 ചിക്കൻ കുനിയ വന്നത്, 2009 ബീറ്റ് കോയിൻ വന്നത്, 2009 UN-നകത്ത് ഒരു കാര്യം പറഞ്ഞു, ഒരു ഏകലോക ഗവൺമെന്റ് വേണമെന്ന്. 2009 യൂറോപ്യൻ യൂണിയൻ ഒരുമിച്ച് കാര്യങ്ങൾ തുടങ്ങിയത്. ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേകത, അവർ യൂറോപ്യൻ യൂണിയൻ ഒത്തുകൂടിയിട്ട് പറഞ്ഞു, ചേട്ടാ അനിയ നാട്ടുകാർ നമ്മളെ കൈകാര്യം ചെയ്യാൻ വന്നാൽ നമുക്കൊരാണവ റിയാക്ടർ ഉണ്ടാക്കണം. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ 2009 ഒരു ആണവ റിയാക്ടറിന് പദ്ധതി ഇട്ടു. നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ കിട്ടും. തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. ആണവ റിയാക്ടറിന് പേരുമിട്ടു. അത് യൂറോപ്പിലുണ്ട്, എവിടാന്ന് അറിയത്തില്ല. കളിക്കാവിളെ SI വിൻസെന്റിനെ കൈകാര്യം ചെയ്ത ISIS അതിപ്പോ തവഞ്ഞിരിക്കുക. സിറിയയിൽ അവർ പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സിറിയ മനുഷ്യന്റെ തലയിറക്കുന്നു, പച്ചയ്ക്ക് സകലരെയും വെടിവെച്ച് കൊള്ളുന്നു. അതുകൊണ്ട് ആ സിറിയയിലെ ഭരണാധികാരി ഇസ്രയേലിനോട് പറയുന്നു, യവനെ തകർക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം. അമേരിക്കയുടെ കാല് പിടിക്കുന്നു. ഇപ്പൊ അവന് കിട്ടത്തിൽ അവൻ കൊണ്ടുവന്നല്ല, അവന് പനച്ചുമൂടി ചന്തേന്ന് കിട്ടിയതല്ല, ഒരു വലിയ വാളും അവന് കിട്ടി. എന്താ ഇതിന്റെ പ്രത്യേകത? തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. പറയാം, ഇവിടെ കുരിശുമലയിൽ വലിയ പെരുന്നാൾ നടക്ക്. പലകാരം ഉണ്ടാക്കുന്നവർ വലിയൊരു അണ്ടാവ് കൊണ്ടുവരും. എണ്ണ നിറയ്ക്ക് 4 പലകാരം ഒരേ സമയം അതിനകത്ത് ഉണ്ടാക്കാം. 1 പരിപ്പ് വട, 2 ബോണ്ട, 3 നെയ്യപ്പ്. അത് കഴിഞ്ഞിട്ട് 4 വേറെ ഏതെങ്കിലും ഒരു സുഖിയനോ ഏതെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ ഈ റിയാക്ടറിന്റെ പ്രത്യേകത ഇന്നത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇതിനകത്ത് ഒരേ സമയം 4 ധാതു ലവണങ്ങൾ ഇട്ടാൽ ആണവായുധങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ഗ്രനേഡ്, തോറിയം ഇടാം, ലിഥിയം ഇടാം, യുറേനിയം ഇടാം, പ്രോട്ടീനിയം ഇടാം. ഇപ്പോൾ ഇത് എതിർക്രിസ്തുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ല. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇത് അവന്റെ കയ്യിൽ കിട്ടും. ഇനി പലകലുകാരും പാറശാലും കേൾക്കണം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ, ഇന്ന് രാത്രി കേട്ടാട്ട് ലോകത്തിൽ എത്ര ആറ്റമായുധം ഉണ്ടെന്നറിയാമോ? ഇന്നത്തെ ലോകത്തിലെ ആറ്റമായുധങ്ങളുടെ കണക്ക് എത്രയാണെന്നറിയാമോ? 18,000 ആറ്റമായുധങ്ങൾ. ലൈവ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ കൃത്യമായി 18,000 ആറ്റമായുധങ്ങൾ ലോകത്തിനകത്തുണ്ട്. ഹൈഡ്രജൻ ബോംബ് സഹിതം 240 പ്രാവശ്യം ഭൂമിയെ തകർക്കാനുള്ള ആറ്റമായുധം ഇന്ന് ലോകത്തിലുണ്ട്. അപ്പൊ അപ്പച്ചമാരും അമ്മച്ചിമാരും ചോദിക്കും, എന്താ അത് പൊട്ടാത്തത്? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അത് പൊട്ടണമെങ്കിൽ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. കരമുയർത്തുന്നവർക്കായി ആരാ? രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ നിത്യ വീട്ടിലെത്തിയതിനു ശേഷമേ ഈ ആറ്റം പൊട്ടത്തോള്. ആറ്റത്തിന്റെ കണക്ക് പറഞ്ഞാൽ ആരും പേടിക്കരുത്. ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ്. ഏറ്റവും
കൂടുതൽ ആറ്റം ബോംബ് ആരുടെ കയ്യിലായിരിക്കുന്നതെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ആറ്റം ബോംബ് റഷ്യയുടെ കയ്യിലായിരിക്കുന്നത്. 3000-ൽ പരം ആറ്റമായുധങ്ങളാണ് റഷ്യയുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈനെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുറകെ ആരെ? അമേരിക്കയിൽ 2000, ബ്രിട്ടനിനകത്ത് 800, ഫ്രാൻസിനകത്ത് വേറെ, ചൈനയ്ക്കകത്ത് 1000-ൽ പരം, കൊച്ചു രാജ്യമായ ഇസ്രയേലിൻ്റെ 800 ആറ്റമായുധം. ഇന്ത്യ പറയുന്നു ഞങ്ങളുടെയിലും 1000-ഓളം ആറ്റമായുധം. UN-ൽ കണക്ക് കൊടുത്തത് 18,000 ആറ്റമായുധം. അതിനോടനുബന്ധിച്ച് നാട്ടുകാർ വിജ്ഞാനത്തെ കേൾക്കണം. ഇനി മിഗും വേണ്ട, മിറാഷും വേണ്ട. ആറ്റം പൊട്ടിക്കണമെങ്കിൽ ഇന്ന് സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധങ്ങൾ പറഞ്ഞു തരാം. കൊറിയയിലെ കിങ് ജോങ് പറയുന്നു ഞങ്ങൾ ഉപഗ്രഹത്തിനകത്ത് ആറ്റം വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ വീട്ടിനകത്ത് ടെലിവിഷൻ പ്രോഗ്രാം ഇറങ്ങും. എയർടെലിലെ വീഡിയോ കോൾ 2 കുട വെച്ചിട്ടുണ്ട്. ഈ കുടയിൽ കൂടെ സന്ദേശം എവിടുന്നാണ് വരുന്നത്? ചെന്നൈയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന സിംഗപ്പൂരിൽ പോയി സാറ്റലൈറ്റ് വഴിയായി ഈ വീഡിയോ കോണും എയർടെല്ലും കൊണ്ടുവരുന്നെങ്കിൽ ഈ സാറ്റലൈറ്റ് കിടക്കുന്ന ആരും കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധം വെച്ചാൽ അന്തരീക്ഷത്തിൽ കൂടെ കയറും വയറും വേണ്ട, റിമോട്ട് വഴി എവിടെയും മാറ്റം കൊണ്ടിടാനുള്ള സംവിധാനം ലോകരാജ്യങ്ങൾ കൊണ്ടുവന്നു. അന്ത്യകാലം നിങ്ങളുടെ വീട്ടിനകത്ത് കുഞ്ഞുങ്ങൾ റിമോട്ടുകാരെടുത്ത് കാറിനെ കയ്യാലയിൽ ഓടിക്കുന്നത് പോലെ കൈക്കകത്ത് ഞെക്കിയാൽ കാട്ടാക്കടയും വീഴാം, വെള്ളറുടെയും വീഴാം. പ്ലെയിനും വേണ്ട, വിമാനവും വേണ്ട, ആകാശത്തുനിന്ന് സാറ്റലൈറ്റ് വഴി ആറ്റമായുധങ്ങൾ തീർക്കുവാനുള്ള പദ്ധതി ലോകത്തിൽ വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ആറ്റമായുധങ്ങളുടെ പ്രത്യേകത? ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേൽ 2014 ഇറാനുമായിട്ടുള്ള പ്രശ്നം വരാൻ കാര്യം ഇവിടെ ഒന്നുമല്ല. 2013 എല്ലാവരും കേട്ടാട്ട്. 2013 ഇറാൻ ഒരു മിസൈൽ ഉണ്ടാക്കി. അതിൻ്റെ പേരാ ഷഹാബ് 3. അതിൻ്റെ വേഗത 4500. ഇപ്പം അവന്മാർ ഷഹാബ് 4 ഉണ്ടാക്കി 6500. 2013 ഈ മിസൈൽ ഉണ്ടാക്കിയപ്പോൾ ഇസ്രയേലിലെ പ്രധാനമന്ത്രി എല്ലാവരും വിളിച്ചു. നമ്മുടെ അവിടുന്ന് 2000 കിലോമീറ്റർ ഉള്ള ഇറാൻ അല്ലെ 2000 താഴെയുള്ളൂ. യവൻ ഒന്ന് ഞെക്കിയാൽ നമ്മൾ തീരെ. ഷഹാബ് 3. ഉടനെ ഇസ്രയേലിലെ പ്രധാനമന്ത്രി എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇറാന്റെ കയ്യിൽ ഷഹാബ് 3 നമ്മളെ തീർത്ത് കളയും. ഇറാന്റെ ഈ ആയുധം കണ്ടിട്ട് ഇസ്രയേലിന്റെ എഞ്ചിനീയർമാരെ മുഴുവൻ വിളിച്ചു, ശാസ്ത്രജ്ഞന്മാരെ. ഇവർ ആറ്റമായുധം പൊട്ടിയാൽ എന്ത് ചെയ്യും? അവർ പറഞ്ഞു സാറ് വിഷമിക്കേണ്ട, ബങ്കറിനകത്ത് ആളെ കയറ്റാം. അതുകൊണ്ടാണ് ഇസ്രയേലിനകത്ത് ഈ സ്ഫോടനം വരുമ്പോൾ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കൊണ്ട് പെങ്കൊച്ചുങ്ങളെല്ലാ വീട്ടിനകത്തും ബങ്കറുണ്ട്. ബങ്കർ, അതിനകത്ത് വെടിയേൽക്കാത്ത ബങ്കർ. ബസ് സ്റ്റോപ്പിനകത്തും ഇസ്രയേൽ ബങ്കറുണ്ട്. എവിടെയെങ്കിലും വെടിയൊച്ച കേട്ടാൽ ഷട്ടർ തുറന്ന് ഒറ്റയടിക്ക് താഴെ ഞെക്കിക്കഴിഞ്ഞാൽ അടയും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്നും ബങ്കറിനകത്ത് കയറ്റാൻ പറ്റുമോ? ഇസ്രയേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു അത് നടക്കത്തില്ല. അങ്ങനെ യഹൂദ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു. അവർ കണ്ടുപിടിച്ചു. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം, 93 ലക്ഷം പേർ അവിടെ, മാക്സിമം 1 കോടി. ആരാദ്യത്തെ ശാസ്ത്രജ്ഞൻ ഇന്ന് രാത്രി അവർ കണ്ടുപിടിച്ചു. യഹൂദന്മാർ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. 1 കോടി പേരെ അണിയിക്കുവാൻ വേണ്ടി റേഡിയസ് ഏക്കാതിരിക്കാൻ ഒരു കുപ്പായത്തെ റെഡിയാക്കി. അതിൻ്റെ പേരാ ലെഡ് കർത്തിയം. ദാണ്ട് ഇവിടെ ആംപ്ലിഫയർ ഇരിക്കുന്നു, ബോക്സ് ഇരിക്കുന്നു, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സാധനം വെച്ച് ഒട്ടിക്കും കടയും. അതിൻ്റെ പേരാ കർത്തിയം. ഇന്ന് രാത്രി സജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ കർത്തിയത്തിൻ്റെ 1 കോടി കുപ്പായം ഇസ്രയേലിനകത്ത് അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അവർ രാത്രി പേരിക്കെടുത്തില്ല. അതിനാസ്പദമായി ഒരു കാര്യം ചെയ്തു. ചില മരിച്ച ഡെഡ് ബോഡി അവർ സീനായിൽ കൊണ്ടുവന്നു. ഇസ്രയേലിന്റെ വിമാനം അത് താഴേക്ക് എന്തോ ചെയ്തു, ആറ്റം പ്രയോഗിച്ചു ഈ ബോഡിക്കകത്ത്. പക്ഷേ ഈ ഷെൽട്ടർ, ഈ കുപ്പായം ഇട്ടുകൊണ്ട് മരിച്ച ബോഡിയിൽ റേഡിയേഷൻ ഇട്ടില്ല. അത് കഴിഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു എന്ത് ചെയ്തു? സകല യഹൂദന്മാർക്കും തലയെണ്ണി ഇന്ന് രാത്രി കുപ്പായം കൊടുത്തു. ആരാ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ? ഇന്ന് രാത്രി കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലർ അല്ല, ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ അല്ല, റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി അല്ല. ആദ്യത്തെ ശാസ്ത്രജ്ഞന്റെ പേരാ യാക്കോബ്. എല്ലാവർക്കും അറിയാം, അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് അവൻ എവിടെ പോയി? അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി, അങ്കിൾ ലാബാന്റെ വീട്ടിൽ. ആടുമാട് കാറുകളുമൊക്കെയായി. പക്ഷേ യാക്കോബ് ഉപായിയായിരുന്നു. സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വോത്രം. അവിടെ ചെന്നപ്പം കടബാര് ബത്തമ്പാലയിലെ നിർമ്മൽ കൃഷ്ണ പൊട്ടിയോലെ ലാബാൻ ആകെ പ്രശ്നത്തിലായി. അത് കഴിഞ്ഞിട്ട് ആടിനെല്ലാം രോഗവും കൂടെ വന്നു. ലാബാൻ എന്തോ ചെയ്തു? യാക്കോബിനോട് പറഞ്ഞു കുഞ്ഞെ പെൺപിള്ളാരെ കല്യാണം കഴിച്ചേരെ വാട്സപ്പിൽ ഫോട്ടോയും കൊടുത്തു. അപ്പൊ എങ്ങനെ രക്ഷപ്പെടാ? അപ്പൊ പറഞ്ഞ ആട്ടിന്റെ കള്ളറ് മാറ്റ. ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കുവാൻ വന്നു. യാക്കോബ് ഒരു കാര്യം ചെയ്തു, ഞെരിഞ്ഞിൽ വടിയും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കാടിക്കകത്ത് കലക്കി കൊടുത്തു, പാത്തി മാറ്റി. ആട് വെള്ളം കുടിച്ചു. 6-ാം മാസം ചെരയേറ്റ് പ്രസവിച്ചു. ആടായി കറുത്താടും വരയാട്. അപ്പൊ ആടിന് കള്ളർ മാറ്റിയത് ആരാ? രാജീവ് ഗാന്ധി സെന്റർ ബയോടെക്നോളജി അല്ല, മണ്ണുത്തി സർവകലാശാല അല്ല, സിനിമാ നടൻ വിജയ് അല്ല ആടിന് കള്ളർ മാറ്റിയത്. ആട്ടിന് കള്ളർ മാറ്റിയ വല്യപ്പന യാക്കോബ്. കരമുയർത്തുന്നവർക്കായി അവന്റെ മക്കളായി ഇന്നത്തെ ഇസ്രായേൽ. അതുകൊണ്ട് ആദ്യത്തെ ശാസ്ത്രജ്ഞന വല്യപ്പൻ യാക്കോബ്. അതുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ അവനെ അടിച്ചാലും
ഒരു രക്ഷയുമില്ല. ഇത്രയും ബുദ്ധി കേന്ദ്രം നോബൽ പ്രൈസ് നേടിയത് ആടിന് കള്ളർ മാറ്റിയവനായ യഹൂദൻ, അവന്റെ കൊച്ചുമക്കൾ ഇന്നത്തെ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനകത്ത് 1 കോടി പേർക്ക് ഇന്ന് പുതപ്പിക്കുവാൻ എന്തോ ഉണ്ട്. അവർക്ക് നല്ല ലഡിന്റെ കർത്തിയത്തിന്റെ കുപ്പായമുണ്ട്. പാറശാലയിലും പളുകലും നിങ്ങൾക്ക് വല്ല കുപ്പായവും ഉണ്ടോ? സ്വോത്രം. റേഷൻ കട വരെ പൂട്ടാറായി. എന്നാൽ ഇന്ന് രാത്രി നമുക്കൊരു കുപ്പായം കിട്ടി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യഹൂദന് ക്രൂശിക്കുവാൻ ഒരു യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിന്റെ വസ്ത്രം കിട്ടി. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ അടക്കി ഉയർത്തെഴുന്നേറ്റിച്ച് പാറശാല പ്രസംഗിക്കാരനും വെള്ളറുടെ ബാർ ഹോട്ടലുകാരനും കോടികൾ ഉണ്ടാക്കി. എന്നാൽ എനിക്ക് നിനക്ക് കാൽവറിയിൽ നിന്നൊരു കുപ്പായം കിട്ടി. അതിന്റെ പേരത്ര രക്ഷയുടെ വസ്ത്രം. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി യഹൂദന്റെ കുപ്പായം നമുക്ക് വേണ്ട. രക്ഷയുടെ വസ്ത്രമുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറാ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പളുകളിനോട് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല മക്കള്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമ യേശുവിന്റെ നാമ. ഇന്നുള്ള ആകാശവും ഭൂമി ദൈവത്തേക്കായി സൂക്ഷിച്ചിരിക്കുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല. ആറ്റം പൊട്ടിയാൽ അല്പകാമം കുഴിമന്തിയും തിന്ന് കറുത്തമുത്തും ചന്ദനമഴയും കണ്ട് ഇവിടെ കറങ്ങാൻ ആരും പ്രതീക്ഷിക്കേണ്ട, പോയേ പറ്റത്തുള്ളൂ. സ്വോത്രം. പെന്തിക്കോസുകാർ കേട്ടാട്ടെ, കുവൈറ്റ് നല്ലൊരു രാഷ്ട്രമായിരുന്നു, നല്ല എണ്ണ കിട്ടുന്ന കാശായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആ സദാം ഹുസൈൻ കയറിയപ്പോൾ 4-ാം പക്കം ഒരു നേരത്തെ കുപ്പി വെള്ളത്തിന് വേണ്ടി കുവൈറ്റിനകത്ത് മലയാളി കാത്തു നിന്നെങ്കിൽ, ഒരു ബ്രെഡിന് വേണ്ടി കാത്തു നിന്നെങ്കിൽ, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരാറായി. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ വെളിപ്പെടുന്ന നാൾ, ലത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ വെളിപ്പെടുന്ന നാൾ. കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയ നിന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്താകും? ഇന്ന് രാത്രി പാറശാലക്കാരും പള്ളികൾ കേട്ടിട്ട് വൈക്കമോനെ എസെക്കിയേൽ പ്രവചനം 39:14-15 ഈ ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? എസെക്കിയേൽ 39:14-15 എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. വൈക്കാം. ആറ്റമായുധം ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, ആറ്റം യുദ്ധം പൊട്ടിയാൽ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അതിന്റെ തുടക്കം ആ കോവിഡ് അച്ഛനും അമ്മാമ്മയും മരിച്ചപ്പോൾ ആര് വന്നു? 6 ചെറുപ്പക്കാർ കൂട്ടിട്ടുണ്ട് വന്ന്. ആരെയും കാണിച്ചില്ല. അവർ കൊണ്ടുവന്ന് കുഴി താത്ത് കളഞ്ഞു, ചിലരെ കത്തിച്ചും കളഞ്ഞു. ഡെയിലി വേജസ് ശവമടക്കാൻ ലോക ചരിത്രത്തിൽ ആദ്യമായി കോവിഡ് കാലത്ത് പണം കൊടുത്ത് ശവമടക്കിയത് മനസ്സിലാകുന്നവർക്കായി. കൂലിയാ സർക്കാർ കൊടുത്തത്. അടക്കം ആംബുലൻസ് വരുന്ന പിള്ളേർക്ക്. അടുത്തത് നിത്യപ്രവർത്തിക്കാരെ എഴുന്നേൽപ്പിക്കും. അടുത്ത വാക്ക് 7 മാസം കഴിഞ്ഞ ശേഷം. ആ 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിഞ്ഞു. അയ്യോ, ഇന്ന് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം മോർച്ചറി വെച്ചിട്ടില്ലേ? ഭയങ്കരമായ പാട്ടും പ്രാർത്ഥനയും എല്ലാം കൂടെ. സ്വോത്രം. ജീവിച്ചിരിക്കുമ്പോൾ നന്മ വാക്ക് പറയത്തില്ല. ചത്ത് കഴിഞ്ഞപ്പോൾ പറയാം അച്ഛൻ നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. ഇന്ന് രാത്രി എവിടെ? 7 മാസം എല്ലാവരും രാത്രി വീട്ടിൽ ചെന്നിട്ട് മൊബൈൽ അടിക്കണം. മൊബൈൽ അടിച്ചിട്ട് വെക്കണം. റഷ്യയിലെ ഉക്രൈനിലെ ശവടക്കം എന്ത് ചെയ്തു? വഴിയരി കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹമാസിന്റെ പൊളിഞ്ഞ ബിൽഡിങ്ങിനകത്ത് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം മരിച്ച ഡെഡ് ബോഡി ഇപ്പോഴും ആ ശവം അടക്കിക്കൊണ്ടിരിക്കുന്ന റെഡ് ക്രോസ്. ഇതൊക്കെ കാണണം അമ്മാമേ. ടെലിവിഷൻ എടുത്തിട്ട് അന്ത്യകാലമായത്. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ 7 മാസം കഴിഞ്ഞിട്ട് വേണം. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ആറ്റമായുധം പൊട്ടിയാൽ ആ ശവത്തെ ആരും തൊടത്തില്ല. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ട. ആറ്റം പൊട്ടിയായി 18,000 ആറ്റമായുധമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ? മനുഷ്യ ശരീരം വടിയരികെ കിടക്കുക. അടുത്ത വാക്ക് അതിനരികെ ഒരു അടയാളം വെക്കും. ആ അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. സെമിത്തേരിയിലും അടക്കത്തില്ല, വീട്ടിനകത്തും അടക്കത്തില്ല. 2 കാര്യം കേട്ടോടാ. ഇന്ന് രാത്രി ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ നേതാവായിരുന്നു വേലുപ്പിള്ള പ്രഭാകർ. അദ്ദേഹത്തെ കൊന്നത് ക്ലസ്റ്റർ ബോംബാ. കിടന്നത് എവിടെ? അരുമയാണ് തമിഴ് മക്കളെല്ലാം കേട്ടാട്ട്. അതാരും കാണിച്ചില്ല. അദ്ദേഹം കിടന്നത് ബട്ടിക്കോലാവയില. അദ്ദേഹത്തെ മോനെയും കൊന്നത്. 6 മാസം അവിടെ കിടന്നു. ഒരു ഷീറ്റ് ഇട്ടാ പുതപ്പിച്ചത്. 6 മാസം കഴിഞ്ഞപ്പോൾ BBC കാണിച്ചു. പൊക്കളൈനർ എടുത്തു. വേലുപ്പിള്ളയുടെ പ്രഭാകരന്റെ മോന്റെ ഡെഡ് ബോഡി ഇങ്ങനെ എല്ലും കോലും എലുമ്പെല്ലാം അവിടെ കൊണ്ടുപോയി ജാഫനയിലെ കടലിടുക്കിൽ റേഡിയേഷൻ ഏക്കാത്തടത്താ കൊണ്ട് കുത്തിത്താത്തത്. തുടക്കം ശ്രീലങ്ക. കേട്ടോ. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിൽ പരവൂരിൽ പൊട്ടാസ്യം നൈട്രേറ്റാ പൊട്ടിയ രാത്രി ഉത്സവം. 138 പേരാ കൊല്ലത്തോട് ഞങ്ങളുടെ നാട്ടിൽ ഗുഡ് ബൈ പറഞ്ഞത്. ശരീരം ചിതറിപ്പോയി. ചിലതെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ബാക്കി ശവശരീരത്തിന്റെ ഭാഗമെല്ലാം കൂടെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? പരവൂർ കായലിലും കടലിലും കൊണ്ട് റേഡിയേഷൻ ഏക്കാതെ മുക്കി. ആരും തൊടത്തില്ല.
കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ എലുമ്പും അസ്ഥിയും വഴിയെ കിടക്ക്. അതിന് റെഡ് ക്രോസ് വരും. അത് അടയാളം വെക്ക്. കേടായ കാറുകൾ എന്ന് തൂക്കുന്നത് പോലെ അത് കൊണ്ടുപോകും. എവിടെ അടക്കം? വീട്ടിനകത്ത് അടക്കത്തില്ല. പള്ളികൾ CSI സെമിത്തേരിയിൽ അടക്കത്തില്ല. നെടുവാൻപിള്ള ECയുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല. പള്ളികൾ പെന്തക്കോസ് ദൈവസഭയുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല. ഒന്നീ കോവളം, അല്ലെങ്കിൽ പൂവാർ, അല്ലെങ്കിൽ കൊല്ലങ്കോട്, അല്ലെങ്കിൽ കാട്ടാക്കടക്കാർക്ക് നെയ്യാറിന്റെ ആടുവള്ളിയും തേക്കുപാറയും പന്തയിലും കൊണ്ടുപോയി വെള്ളത്തിനകത്ത് കുത്തിത്താക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ട റഷ്യ ഉക്രൈന് ഇന്ന് രാത്രി നിങ്ങളുടെ ടെലിവിഷൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഹമാസ് വഴിയേരിയ കിടക്കുന്ന ഡെഡ് ബോഡികളെല്ലാം പൂന കൂട്ടിയിട്ട് എവിടെ കൊണ്ടുപോയി തട്ടിക്കളയോ? കോവിഡ് കാലത്ത് കളയുന്നത് പോലെ ഇന്ന് രാത്രി പളുകലിനോട് ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പാട്ടുപാടാൻ കൊയർ കാണത്തില്ല, തിരുമേനി കാണത്തില്ല, ഐമേനി കാണത്തില്ല, പാസ്റ്റർ കാണത്തില്ല, പരിപ്പുവട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല, പാറശാലയിൽ നിന്ന് RIP റെസ്റ്റ് ഇൻ പീസ് മാർബിളും കാണത്തില്ല. എവിടെങ്കിലും അല്ലേലും ഈ അസ്ഥി കൊണ്ടുപോയി വെള്ളത്തിനകത്ത് റേഡിയസിലേക്കാതെ കുത്തിത്താക്കുന്ന ഒരു കാലം വരാറായി. പളുകലെ കൊടവിളാകമേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാ ദിവസം. വരാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? അതുകൊണ്ട് പൗലോസ്ലീഹ ധന്യം ചൊല്ലി ദുഷ്കാലം ഞങ്ങളുടെ യോഹന്നാൻ അപ്പോസ്തലൻ സഭയോട് പറഞ്ഞു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും ദൈവസഭയെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് കേരളത്തിൽ മാത്രമായിരുന്നു ആശീർവാദം. ഇന്ന് നാഗർകോവില് എങ്ക പോയാലും ബ്ലസ്സിങ് ആശീർവാദം. ഉലകത്തിൽ മുടിവുമില്ല, കടസിക്കാല ചെയ്തികളുമില്ല. സ്വോത്രം. കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി നീ രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയിട്ടേ ഗ്രൗണ്ടിനകത്ത് പോകാവൂ. സ്വോത്രം. കാലം തീരാറായി, കാന്തൻ വരാറായി. ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥയും കൂടെ. പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ടെ, ആശീർവാദമല്ല, അനുഗ്രഹം നല്ലതാ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. നിനക്ക് വീട്, നിന്റെ കുഞ്ഞുങ്ങളെ വെളിനാട്ടിപ്പെടും. പക്ഷേ കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നീ ശിക്ഷാവിധിക്ക് വിധേയമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ இந்த நாட்களில் அருமையான வேதம் சொல்கிறது, உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறது. അങ്ങനെയെങ്കിൽ കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താവും? വായിക്കാം പ്രവചനം, സെക്കരിയ പ്രവചനം 14:12 വാക്യം. കാന്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാം കർത്താവിന്റെ വരവ്. സെക്കരിയ പ്രവചനം 14:12 മോൻ വായിച്ചട്ടെ. യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷാവിധിയാവിത്. എല്ലാവരും കേട്ടാട്ടെ. 1998 എല്ലാവരും കേൾക്കണം. മോൻ അവിടെ വാക്യം വെച്ചാറ് എല്ലാവരും മനസ്സിലാക്കണം. വിജ്ഞാനം. 1998 ഇസ്രയേൽ ഒരു ബോംബുണ്ടാക്കി, എത്തനിക് ബോംബ്, ബാളിന്റെ വലിപ്പ, അതിനകത്ത് അപ്പൂപ്പൻ താടി പോലെ വൈറസ്. അതിന്ന് ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. അത് തുറന്നു വിട്ടാൽ എല്ലാം അവൻ്റെ ആപ്പീസ് പൂട്ട്, നാടൻ ഭാഷ. അത് കണ്ടിട്ടായി ചൈന ഈ കോവിഡിന്റെ വൈറസിനെ ഉണ്ടാക്കിയത് വുഹാനിൽ. ഒന്ന് എത്തനിക് ബോംബ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഇസ്രയേലിന്റെ കയ്യിലൊരു പൊടിയുണ്ട്. ചെറുപ്പക്കാർ വിജ്ഞാനത്ത് ഇവിടെ BA ക്കാരുണ്ട്, CA ക്കാരുണ്ട്, MCA ക്കാരുണ്ട്, BE പഠിക്കുന്നവരുണ്ട്. ഇവിടെ എല്ലാം പക്കത്ത് നല്ല കോളേജ് ഇരിക്കുന്നത്. ഇസ്രയേലിന്റെ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങളെ, അതിന്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. അത് കുളഞ്ഞാൽ മനുഷ്യന്റെ നട്ടലിനകത്ത് ഇൻഫെക്ഷൻ വരും. ഹമാസുമായിട്ടുള്ള യുദ്ധം പോരാടിയപ്പോൾ സൗദി അറേബ്യയും ദുബായും, അത് കഴിഞ്ഞ് ഇവരാരാ UN പറഞ്ഞു മര്യാദക്കിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്രയേൽ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ അവസാന ഒരു തന്ത്രമുണ്ട്. അതിൻ്റെ പേരാ സാംസൺ അഥവാ ഷിംഷോന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ? സാംസൺ ആക്ഷൻ എന്നതിനെ വിളിക്കുന്ന ഇംഗ്ലീഷിൽ. ഷിംഷോനെ കണ്ണു കുത്തി പൊട്ടിച്ചുകൊണ്ട് ഗസയിലേക്ക് പോയി. ഷിംഷോന് കാര്യം പിടികിട്ടി. അവസാനം അവൻ കർത്താവിനോട് നിലവിളിച്ചു, എനിക്കൊരവസരവും കൂടെ തരണം. മനസ്സിലാകുന്നവർക്കായി ആ അവസരത്തിൽ അവനും തീർന്നു, അവൻ്റെ ശത്രുക്കളും തീർന്നു. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹമാസുമായിട്ടുള്ള പോരാട്ടത്തിനകത്ത് അറബ് ലീഗ് സകല രാജ്യങ്ങളും ഇസ്രയേലിനോട് പറഞ്ഞു, ഗതികെട്ടാൽ ഞങ്ങൾ അവസാനം നിനക്ക് നേരെ അടിക്കും. അപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഗതികെട്ടാൽ ഞങ്ങളുടെ ഒരു ആക്ഷൻ ഉണ്ട്, സാംസൺ ആക്ഷൻ. നിങ്ങളെയും തീരും, ഞങ്ങളും തീരും. സ്വത്രം. അങ്ങനെ ഒരു പൊടി ഇരിപ്പുണ്ട് ചെറുപ്പക്കാര്, അതിന്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. ഇപ്പൊ അത് കുടയത്തില്ല. കുഞ്ഞുങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്താ കുടയാത്തത്? അത് കുടയുന്നതിന് വിട്ടുവിടുന്ന ഒരു കൂട്ടം പോണ്. അവരുടെ പേരാ രക്ഷയുടെ പെട്ടകത്തിനകത്ത് പേർ ചേർത്തപ്പെടട്ടെ ദൈവമക്കൾ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കാലം തീരാറായി, കാന്തൻ വരാറായി. ഇസ്രായേൽ അന്തിമ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ പേരാ സാംസൺ ആക്ഷൻ. പക്ഷേ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അത് കുടയും. അത് കുടഞ്ഞാൽ പാറശാല അപ്പച്ചനും അമ്മച്ചിയും ചെറുപ്പക്കാരും എങ്ങനാവും? വായിച്ചിട്ട് മോനെ, അവർ നിവർന്ന് നിൽക്കുമ്പോൾ വായിച്ചട്ടെ.
യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും ആ. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. ആ. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ ആ. അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. ഇതിന്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. അതുകൊണ്ടാ യഹൂദനെ എല്ലാവരും പേടിക്കുന്നത്. അപ്പൂപ്പൻ താടി കുടയുന്നില്ല. കോവിഡ് വൈറസ് ഒന്നുമല്ല മക്കളെ. ആകാശത്തിൽ നിന്ന് പ്ലെയിനകത്ത് നിന്ന് കുളഞ്ചാൽ അന്തരീക്ഷത്തിൽ കൂടെ ഇറങ്ങി വന്നാൽ നമ്മുടെ മൂക്കിനകത്ത് കയറിയാൽ ദാ കിടക്കുന്നു. നെർവസ് സിസ്റ്റം ഫെയിലിയർ, കുഴഞ്ഞു മനുഷ്യൻ മരിക്കും. അതാ വൈറ്റ് ഫോസ്ഫറസ്. അതിൽ നിന്ന് ഇസ്രായേൽ പറയുന്നു, വി ആർ അറ്റാക്കിംഗ് വിത്ത് സാംസൺ ഓപ്ഷൻ. ഗതി കെട്ടാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കത്തി എറിയുന്ന പോലെ അവൻ എറിയുമെന്ന്. അവിടം വരെ ആയിരിക്കുക. അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും, സകലരുടെയും മാംസം ചീഞ്ഞഴിയും. രണ്ടാമത്തെ കാര്യം വായിച്ചാട്ട് മക്കളെ, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ടെ. ആറ്റമായുധം പൊട്ടിയാൽ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ നാഗസാക്കി 2 എണ്ണമാ പൊട്ടിയത്. എനാകുള ബോക്സുകാർ 2 വിമാനങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകാമെന്ന് ഇതായിരിക്കും നമ്മുടെ അരിമേന കുളന്തകൾ സ്കൂളിലുള്ള ക്ലാസ്സിക്ക് പോകാൻ വന്നപ്പോൾ ആകാശത്തിൽ നിന്ന് നല്ല കൊട പോലെ മഴവില്ല്. ആ സമയത്ത് വീണതാറ്റമാ. കുഞ്ഞുങ്ങൾ എന്താ ചെയ്തത്? ചാടി വെള്ളത്തിനകത്ത് ചൂടുകൊണ്ട് ബോക്സും കാറും പേനയൊക്കെ വലിച്ചെറിഞ്ഞു. വെള്ളം 400 ഡിഗ്രി സെന്റിഗ്രേഡ് തിളച്ചു. കണ്ണ് തടത്തിൽ തന്നെ ഉരുകിപ്പോയി. ഹിരോഷിമ നാഗസാക്കി 2 ആറ്റം. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, മനുഷ്യന്റെ കണ്ണ് ആറ്റമായുധം പൊട്ടിയാൽ തന്നെ തടത്തിൽ നിന്ന് ഉരുകിപ്പോകും. ഇതിൻ്റെ ഒരു സാമ്പിൾ പറഞ്ഞു തരാം. കാസർഗോഡ് പോകണമെങ്കിൽ ബരിയ, ബന്തെടുക്കാവ്, ഉപ്പള, നീലേശ്വരം, അവിടെ പണ്ട് കശുമാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലെ കണക്ക്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരുന്നടിച്ച് എൻഡോസൾഫാൻ കശുമാവെല്ലാം മുറിച്ച് പെന്തിക്കോസുകാർ മാസയോഗത്തിന് തീ വരിച്ചു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പക്ഷേ ഇന്നും കാസർഗോഡ് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കവിളിവിടെ, കണ്ണിവിടെ, പല്ലിവിടെ. ആ കുഞ്ഞുങ്ങളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കൊണ്ടിട്ട് സമരം വിളിക്കുന്നു. എൻഡോസൾഫാൻ. കരം ഉയർത്തുന്നവർക്കായി പത്രം വായിക്കണം കുഞ്ഞമ്മാമേ. സ്വപ്ന സരിതയും വായിക്കാതെ ഇതൊക്കെ വായിര്. എൻഡോസൾഫാൻ അടിച്ചപ്പോൾ ഇന്ന് കണ്ണ് വേറെ, മൂക്ക് വേറെ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മനുഷ്യന്റെ കണ്ണ് തടത്തിൽ നിന്ന് ഉരുകിപ്പോകും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. നല്ല പാട്ട് പാടിക്കുന്ന അരിമേന തമിഴ് പാട്ട് പാടുന്ന നായികൾ കേരളത്തിലെ ലജ്ജാവതിയും തമിഴ്നാട്ടിൽ രാജാ കയ്യാമച്ച പാടിക്കൊണ്ടിരിക്കുക. നിന്റെ നാവെല്ലാം തടത്തിൽ കൊഴിഞ്ഞു പോകും. മനസ്സിലായത്? ഈ മാർത്താണ്ഡത്തിന് താഴെ പോകുന്ന മണ്ടേ മാർക്കറ്റ് ത്രോവാള്, അവിടെ എല്ലാം അരുമയാണ് യോഗ കൂട്ടകൾക്ക് ഞാൻ പോകുന്നത്. തമിഴ് വാലിബൻ വൈകിട്ട് എല്ലാം മാങ്ങയെല്ലാം കൂടെ പറക്കി കൂട്ടും. ഞാൻ കാണുന്നതാണ് വളരെ ക്ലിയറായിട്ട്. കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നത് രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഉപദേശിമാർ രാത്രി അടിക്കുന്ന കൺവെൻഷൻ അടിക്കുന്ന പോലെ സ്പ്രേ അടിക്കുക നിബിയ. ഞാൻ ആ പയ്യനോട് ചോദിച്ചു ഒരു ദിവസം. അപ്പം പറഞ്ഞു, പാസ്റ്റർ ഇപ്പം സ്പ്രേ അടിച്ചാൽ രാവിലെ പടുത്തിരിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി തോവാള മണ്ടേ മാർക്കറ്റ്, അതാ കാരക്കോണത്ത് ചിന്നമാമ മേടിക്കുന്ന കോട്ടുകാലും അൽഫോൻസായി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തലേന്ന് മരുന്നടിക്കുന്നത് രാവിലെ വെള്ളറടെ പടുത്തിരിക്കുമെങ്കിൽ ആറ്റമായുധം പൊട്ടിയാൽ ലജ്ജാവതി പാടുന്ന നിന്റെ നാവ്, അതിൻ്റെ പേരാ ടങ് ഇൻഫെക്ഷൻ. പെരിയ ഇൻഫെക്ഷൻ. ശബ്ദമെടുക്കാതിരിക്കുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി നടു കുനിഞ്ഞു പോകും, മാംസം ചീഞ്ഞഴിയും. ഉലകത്തെ കാണുന്ന നിന്റെ കണ്ണ് തടത്തിൽ നിന്ന് ഒഴുകിപ്പോകും. ആർക്കും സംസാരിക്കാൻ പറ്റാതെ ടങ്, നാവ് പഴുക്കുന്ന ഒരു കാലം വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? പാറശാല കൊടവിളാകമേ ട്രെയിൻ വരാറായി, ചൂളമടി തുടങ്ങാറായി. ഇന്ന് രാത്രി 2 ടിക്കറ്റ് പാറശാല പോയാൽ കിട്ടും, അല്ലെങ്കിൽ നെയ്യാറ്റിക്കര കിട്ടും. 1 ഫ്ലാറ്റ് വണ്ടി കിട്ടും. എത്ര പ്രസംഗം പാറശാലയും നെടുമാൻവിളയും കൊടവിളാകവും കന്നുമാമോടും ആലമ്പാറയും മേൽപ്പാലയും മേൽപ്പുറവും ഇവിടെ എല്ലാം കേട്ടിട്ട് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കാൻ നീ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ രക്ഷയുടെ ടിക്കറ്റിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ എന്റെ കാന്തൻ വരാറായി. തീർന്നില്ല. ഇന്ന് മനുഷ്യൻ മരിക്കാനല്ല, ജീവിക്കാൻ കൊതിക്കും. മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം വരാറായി. വായിക്കാം, എല്ലാം കേട്ടാട്ടെ, എല്ലാവരും കേട്ടാട്ടെ. വായിച്ചാട്ട് മോനെ. അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്നു. നാട്ടുകാർ കേട്ടാട്ടെ. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അതിന്റെ പേരാ വോൾക്കാനോ എക്സ്പ്ലോഷൻ. വായിക്കാം മോനെ. വെളിപ്പാട്. അഗാധകൂപം തുറന്നു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അഗ്നിപർവ്വതം പൊട്ടു. എല്ലാവരും കേട്ടാട്ടെ. 600-ൽ പരം അഗ്നിപർവ്വതം
പുകഞ്ഞുകൊണ്ടിരിക്കുക. ഇന്തോനേഷ്യ 400, കൊറിയ 200, 1000 ചില്ലുവാൻ അഗ്നിപർവ്വതമാ. എല്ലാവരും കേട്ടാട്ടെ. റഷ്യയിൽ ഒരിക്കൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി, പുക ഇറങ്ങി വന്നു. 40 ദിവസം പ്ലെയിൻ പോയില്ല, ആകാശത്തിലെ പുക. ഇനി കോവിഡല്ല വലുത്, പ്ലെയിൻ പോകാത്ത കാര്യം. ആ കൂപത്തിൽ നിന്ന് പുക പൊങ്ങ്. എവിടാ? സുനാമി കേട്ട എത്ര പേരുണ്ട്? സുനാമി കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. സുനാമി കടലിളകിയതല്ല. ഇന്തോനേഷ്യയിലെ കടലിനടി ജാവയ്ക്കകത്ത് കടലിലെ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി. മനസ്സിലാകുന്നവർക്കായി അതിന്റെ ലാവ കയറിയത് അമ്മമ്മേ 2004 ഡിസംബർ 26 3 ലക്ഷം പേരാ ഗുഡ് ബൈ. ഒറ്റ അഗ്നിപർവ്വതം പൊട്ടിയേ. ബാക്കി ഞാൻ മിണ്ടുന്നില്ല, മറ്റൊരു അവസരത്തിൽ ബാക്കി പറയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 600 അഗ്നിപർവ്വതം പൊട്ടിയാൽ ഇപ്പോഴും പലത് പുകഞ്ഞുകൊണ്ടിരിക്കുക. അഗ്നിപർവ്വതത്തിനകത്ത് കൂപത്തിൽ നിന്ന് പുക പൊങ്ങ. ഇനി വരാൻ കാണുന്നത് ആ കൂപത്തിന്റെ പുകയാൽ, കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അതുകൊണ്ടാ ബൈബിൾ കരമുയരത്തില്ല, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെ കരമുയർത്തുന്നവർക്കായി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോലെ. എത്ര സയൻസ്! ഒരാഴ്ച നിന്നാലും തീരത്തിൽ. അത് മാത്രം സയൻസാ ബൈബിളിനകത്ത്. അന്ധകാരം ഭൂമിയെ കൂരിരുട്ട് ജാതികളെയും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമി. അപ്പൊ പുകയിൽ നിന്ന് വെട്ടുക്കിളി വരിക. ഇനി ആ സംഭവം നടക്കാൻ പോകുന്നത്. പുകയ്ക്കകത്ത് വെട്ടുക്കിളി ഉണ്ടോ? ഇവിടെ ഗൾഫിൽ പോയ പല ചെറുപ്പക്കാരും കാണും. അതിൻ്റെ അടി മണലിൻ്റെ അടിയിൽ, ഗൾഫിലെ ചൂട് 48, മണലിൻ്റെ അടിയിൽ പാമ്പ് കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ പുകയ്ക്കകത്ത് വെട്ടുക്കിളിയുണ്ട്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെട്ടുക്കിളി. ഇന്ന് രാത്രി പാറശാലക്കൂടി ഞാനൊരു കാര്യം പറയാം. ചൂട് ഇങ്ങനെ പോയാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നു. പാമ്പ് പറക്കും. നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത, ഇവിടെ പാമ്പ് പറക്കാൻ പോകുന്നു. സ്വോത്രം. 2013 എല്ലാവരും കേട്ടെ. 2013 ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി. രാവിലെ 5:30 ഫോൺ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ 15 പാമ്പ് ആകാശത്തിൽ പറന്നു. നിങ്ങളുടെ മൊബൈൽ എടുത്താൽ എന്താ ഈ പാമ്പിന്റെ കുഞ്ഞിന്റെ അകത്ത് ശൽക്കമുണ്ട്. ആ ശൽക്കം പൊട്ടിയില്ല ചൂട് കൊണ്ട്. അവസാനം അത് ചിറക് രൂപത്തിലായി. അങ്ങനെയെങ്കിൽ പാമ്പ് പറക്കും. ഇനി കാണാൻ പോകുന്ന കാഴ്ച 2013 ഫെബ്രുവരി 4 മലയാള മനോരമ. മൊബൈലിൽ ടൈപ്പ് നോക്കിയാൽ മതി. കണ്ണൂർ അഞ്ചരക്കണ്ടി 15 പാമ്പുകൾ പറന്നുപോയി. പാല് കൊണ്ടുവന്നവൻ ജീവനം കൊണ്ട് ഓടിക്കഴിഞ്ഞു. പത്രക്കാരനും പോയി. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ചൂടിങ്ങനെ പോയാൽ, വാരത്തിലിരിക്കുന്ന പാമ്പ് രാത്രി യോഗം കഴിച്ച് കർത്തൃദാസൻ പോകുമ്പോൾ ക്രൈസ്തലോട് റോഡിനകത്ത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കുഴപ്പം ഇതല്ല, അവന് വാരത്തിലിരിക്കാൻ വയ്യമ്മേ. അങ്ങനെയെങ്കിൽ ചൂട് പെരുകിയാൽ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അഗ്നിപർവ്വതം പൊട്ടിയാൽ മണലിനകത്ത് പാമ്പ് കിടക്കുന്ന ഒരു സാധനമുണ്ട്. അവന്റെ പേരാ വെട്ടുക്കിളി. ആ വെട്ടുക്കിളി ഇറങ്ങിയാൽ മനസ്സിലാക്കാം. വെട്ടുക്കിളിയുടെ പ്രത്യേകത എന്ത്? രാവിലെ പാറശാലയും കുടവിളകത്തും അച്ചായന്മാർ പ്രാർത്ഥിച്ചാൽ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഭരണകൂടത്തെ പറ്റി അതിന്റെ വാല്. മോൻ അടുത്ത വാക്യം വായിച്ചാട്ടെ. 5:6 പെന്തിക്കോസാരെല്ലാം കേട്ടാട്ടെ. അവരെ കൊല്ലുവാനല്ല, അതിന്റെ വെട്ടുക്കിളിയുടെ വാലിനകത്ത് തേളിന്റെ വാൽ. വായിച്ചാട്ട് മോനെ. അവരെ അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. അവരെ കൊല്ലുവാനല്ല, ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു അതിന്റെ വാലിൽ. വായിച്ചാട്ട് മോനെ. 5 മാസം ദണ്ഡിപ്പാൻ എത്ര. അതാണ്ട് പാറശാലയിൽ അച്ചായന്മാര് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലോ. രാത്രിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല കിളി ഇങ്ങനെ പറന്നു വരുന്നു. അച്ചായന്മാർ വിചാരിച്ച് നല്ല കിളിയാന്ന്. സ്വോത്രം. ആ കിളി അല്ല ഈ കിളി. എല്ലാ അച്ചായന്മാരുടെ വാലയിൽ ഒരു കുത്തു കൊടുത്തു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ബാക്കി കാര്യം നമുക്ക് പാറശാല പളികൽ വിളിക്കാം. തോമാച്ചായനും ചിന്നമ്മാമയും രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു. തോമാച്ചായ സിറ്റ് ഔട്ടിൽ മലയാള മനോരമ വായിക്കുന്നു. ചിന്നമ്മാമ കാപ്പി ഇട്ട് കൊണ്ടുവരുമ്പോൾ, ബ്രൂ കാപ്പിയായിട്ട് മുറ്റത്ത് വരുമ്പോൾ ആ ഒരു കിളി വരുന്നു. അമ്മാമ പറയാം, പച്ചവെട്ടിൽ വരുവാ, നമുക്ക് അനുഗ്രഹം വരാറായി. എൻ്റെ കുഞ്ഞമ്മാമ, ഇത് പച്ചവെട്ടിലല്ല. മനസ്സിലാകുന്നവർക്കായി കസേരയിലിരിക്കുന്ന അച്ചായൻ ഒരു കുത്ത്, അമ്മാമ്മയ്ക്ക് ഒരു കുത്ത്. കല്യാണം കഴിഞ്ഞ ജിനിമോനും ജിഷമോളും അകത്ത് കിടക്കുക. ആ AC-യുടെ വാലിൻ്റെ ഇടയ്ക്കൂടെ അടുത്ത കുത്ത്. സ്വോത്രം. എല്ലാം കുത്ത് കിട്ടാൻ പോവാ. തേളിനുള്ള അധികാരം അന്ത്യകാലമായി പോയി. അടുത്തത് വായിക്കാൻ. കോവിഡ് 14 വർഷം കൊണ്ട് പ്രോട്ടീൻ ട്രിപ്പ് അടിച്ചാൽ മാറുമായിരുന്നു. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. ഭൂമിയിലെ തേളിനുള്ള 5, 6 വായിച്ചാട്ടെ. 9. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. പെന്തിക്കോസാരെല്ലാം കേട്ടോ. തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന. അഗ്നിപർവ്വതം പൊട്ടിയാൽ. അടുത്ത വാക്ക്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. ദാ കിടക്കുന്ന സ്വോത്രം. 5 മാസം SP കൊണ്ടുപോയ എടുക്കത്തില്ല, നിംസി കൊണ്ടുപോയ എടുക്കത്തില്ല, കിംസി കൊണ്ടുപോയ എടുക്കത്തില്ല. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കോവിഡ് വന്നപ്പോൾ 14 വർഷം കൊണ്ട് നമ്മൾ പ്രോട്ടീൻ ട്രിപ്പും മഞ്ഞപ്പടിയും കൊടുത്ത് ശരിയാക്കി ദൈവദാസന്മാര്. ഇതിന്റെ വേദന 5 മാസം. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. ഇവിടെ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യൻ മരത്തെ കെട്ടി തൂങ്ങും. യൂത കിടന്ന പോലെ കിടക്കും. ക്രോമസോം ഡിവൈഡ് ആകത്തില്ല. മനസ്സിലാകുന്നവർക്കായി
രണ്ടാമത്തെ കാര്യം, പാറശാല എന്ന ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ മുമ്പ് ചാടാൻ നോക്കും. അവിടെ ചാടിയാലും പെരുമ്പാൻ പൊട്ടുന്നത് പോലെ ക്രോമസോം കയറി പിടിക്കും, ശരീരം നുറങ്ങത്തില്ല. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. എന്നാ വിചാരിക്കും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വെള്ളയുടെ നാരാട്ട് കൂടി പോകുന്ന ചിറ്റൂരോട്ട് ചാടാന്ന് വിചാരിക്കും. വെള്ളത്തിൽ കിടന്ന ബോൾ കിടക്കുന്ന പോലെ കിടക്കും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ട് മരണം, വായിച്ചാട്ട് മോനെ, മരണം. അവർ മരണം അന്വേഷിക്കും, മരണം കാണുകയില്ലതാനും. കണ്ടോ, ഇന്ന് ജീവിക്കാൻ കൊതിക്കുക. അടുത്ത വാക്കൂടെ കേട്ടിട്ട് ഇവിടെ നിൽക്കണോന്ന് പറ. ഈ തേളിന്റെ കൊത്ത് കിട്ടണോ? വായിച്ചാട്ട് മോനെ. അവർ മരിക്കാൻ കൊതിക്കും, അവർ മരിക്കാൻ കൊതിക്കും. അടുത്ത വാക്ക്, മരണം അവരെ വിട്ട് ഓടിപ്പോകും. കരമുയർത്തുന്നവർക്കായി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയിൽ നിന്ന് വെട്ടുക്കിളി ഇറങ്ങി വരും. പാമ്പിനി താമസമിന പറക്കുന്ന ഒരു കാഴ്ച കേരളം കാണും. അന്ന് ഒരാൾ മാത്രം ദുഃഖിക്കും. ആരാ? ആശുപത്രിക്കാരനാണോ? 5 മാസം മരണമില്ലേ, ആര് ദുഃഖിക്കും? നല്ല ഓഫറും വരും. അതിന്റെ പേര് ശവപ്പെട്ടിക്കാരൻ ദുഃഖിക്കും. സന്തോഷമില്ലല്ലോ. ഓഫർ 50%. 5 മാസം ശവപ്പെട്ടിക്ക് ഓഫർ കാണത്തില്ല. വരാനിരിക്കുന്ന കക്ഷത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? ഇന്ന് ജീവിക്കാൻ കൊതിക്കുവാന്നേ അച്ചായ, പളികലുള്ള ചിന്നമാമയെ, കുഞ്ഞമാമയെ, തോമാച്ചായ, ഇത് സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നുവാണ്. ഇല്ല, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഇവിടുത്തെ അഗ്നിപർവ്വതം പൊട്ടിയാൽ, പുകയിൽ നിന്ന് വെട്ടിക്കൊള്ളി, നീ ചായ കുടിക്കുന്നിടത്ത് നിന്റെ വീട്ടിനകത്ത് വാലുകൊണ്ട് ഇതിനെ കൂത്തു. 5 മാസം വേദനയോടെ നെട്ടോട്ടമോട് എവിടെ വീണാലും മരിക്കാത്തൊരു കാലം ഇവിടെ വരാറാ. അതുകൊണ്ട് സ്വർഗസഭയോട് പറഞ്ഞു, ആത്മാവ് സഭകളോട് പറയുന്നത്, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. തീർന്നില്ല, 1ാമത്തെ ഇടവേളയിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? അതിവിടെ കേട്ടിട്ട് ഇന്ന് രാത്രി ഇടവേള. അത് കഴിഞ്ഞ് 3 വാക്യം കൂടെ. എന്താ ആറ്റം പൊട്ടിച്ച മണൽ? പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം. 7 മരുഭൂമിയിൽ ആറ്റം പൊട്ടിക്കുന്ന വിജ്ഞാന PSC കഴിയുന്ന കുഞ്ഞുങ്ങൾ. 1ാമത്തെ മരുഭൂമി അമേരിക്കയിലെ നൊവേദ, 2 ഇസ്രായേലിലെ സീനായ്, 3 ഇറാനിലെ കാഹിർ, 4 ചൈനയിലെ ബോബി, 5 പാകിസ്ഥാനിലെ പെഷവാർ, 6 റഷ്യയിലെ താഷ്കന്റ്, ഇന്ത്യയിലെ രാജസ്ഥാൻ ടാർ മരുഭൂമി. ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? ഇന്നത്തെ സയൻസ് ഞെട്ടുന്നു. ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഇരിപ്പുണ്ട്. പഴയ കാലത്ത് നിങ്ങളോട് പറയാം, ചിരട്ടയ്ക്കകത്ത് പടക്കം വെക്കുമായിരുന്നു. ചിരട്ടയ്ക്കകത്ത് പടക്ക, ആ പടക്കത്തിന്റെ തിരി എന്തോ ചെയ്യും? ചിരട്ടയുടെ കണ്ണിൻ്റെ ഇടയ്ക്ക് കൂടെ കേൾക്കും. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞച്ചൻ ചേട്ടൻ ഒരു ഒലക്കാല് പടക്കത്തെ കാണിച്ചിട്ട് ഒറ്റ ഓട്ടം വണ്ടി റിവേഴ്സ് ഇടുന്ന പോലെ സ്വത്രം. ആ തിരിക്കകത്ത് പടക്കം കത്തും, ചിരട്ടയും പടക്കമായിട്ട് മേളിപ്പോവും. ആ സമയത്ത് പടക്കം പൊട്ടും, ചിരട്ട താഴെ വീഴും. ആകാശത്ത് കയറിയ മണൽ എവിടെ? ലൈവ് മോനെ ക്ലിയറായിട്ട് കൊടുക്കണം. യോഗം കഴിഞ്ഞ് ആരും കാണും. ISRO തന്ന തെളിവ്, ആസിഡ് മഴ പെയ്യിക്കുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. ഇന്ത്യൻ ISRO തന്ന തെളിവ് 2000 ഡിഗ്രി സെന്റിഗ്രേഡിൽ മണൽ പഴുക്ക്. മണൽ എവിടെ? ആകാശത്തിന്റെ 1ാമത്തെ തട്ട സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ 2 കാര്യം കിടപ്പുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിന്റെ പേരാ സൾഫറും ഫോസ്ഫറസ്. ഈ സൾഫറിന്റെ ഫോസ്ഫറസിന്റെ കൂടി മണലും കയറി. അതിന്റെ പേരാ സാൻഡ്. We are giving a chemical explanation in the first phase of space, that means stratosphere. 2 components are situated, that means sulfur and phosphorus. ഈ മണലൂടെ കയറി. ഇതിനെ 3ഉം കൂടെ വിളിക്കുന്ന പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ റൈഡോൺ. സാൻഡ്, സൾഫർ, ഫോസ്ഫറസ്. വരാൻ പോകുന്നു റൈഡോൺ റെയിൻ, രക്തമഴ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആസിഡ് മഴ പെയ്യിക്കുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറ്റം പൊട്ടിയ മണലെല്ലാം അന്തരീക്ഷത്തിൽ. അത് കനിഭവിച്ച് താഴെ മഴയായിട്ട് പെയ്തിറങ്ങും. ബൈബിളിനകത്തുണ്ട് ഇവിടെ രക്തമഴ പെയ്യും കാന്തൻ വരവിൽ കൈവിടപ്പെട്ടാൽ. വൈറ്റാട്ട് മോനെ വെളിപ്പാട് പുസ്തകം 16 3ാമത്തെ വാക്യം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്ത് നിന്ന് രക്തമഴ പെയ്യുവോ? വെളിപ്പാട് 16 3ാമത്തെ വാക്യം. വൈക്കാം. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു. കരമുയർത്തുന്നവർക്കായി സ്വത്രം. ആകാശത്തിൽ നിന്ന് രക്തം താഴെ വീട്. അത് സമുദ്രം. 2 കിണറ്റിൽ. അത് കഴിഞ്ഞ് തോട്ടിനകത്ത് കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. നിങ്ങളുടെ ഇവിടെ കൊടവിളാകത്ത്, അതുപോലെ തന്നെ പാറശാലയിലും പാളുകയിലും ഒക്കെ കിണറുണ്ട്. നിങ്ങളുടെ കിണറ്റിനകത്ത് ആരെ വെള്ളം കൂടി കുടിക്കുന്നത്? ശെൽവകുമാർ പാസ്റ്റർക്കും ഇങ്ങനെ കിണറിരിക്കുന്നത്. അവർ പാറശാല പഞ്ചായത്താണെന്ന് വെള്ളം കൂടി കുടിക്കുന്നത് അല്ല. ആകാശത്ത് നിന്ന് പെയ്ത മഴ ഇവിടെ മണ്ണിൽ കൂടെ ഫിൽട്രേറ്റ് ചെയ്ത് താഴെ ഇറങ്ങും. അത് ഊറ്റായിട്ടാണ് കിണറ്റിലെ വെള്ളം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പെനിട്രേറ്റ് ചെയ്ത് ആകാശത്ത് നിന്ന് സൾഫറും സാൻഡും എല്ലാം കൂടെ പെയ്തിറങ്ങുന്ന രക്തമഴ
കിണറ്റിനകത്ത് കോരുന്നത് രക്തവെള്ളം. അങ്ങനെയെങ്കിൽ രാവിലെ കിണറ്റിനകത്ത് രക്തവെള്ളം. പാറശാല പഞ്ചായത്തുകാർ കുടിവെള്ളത്തിന്റെ ടാപ്പ് ഇട്ടിട്ടുണ്ട്. അതേതോ നദിയിൽ നിന്ന് വരുന്നതാ. ആ വെള്ളത്തിനകത്ത് രക്തവെള്ളം. അപ്പൊ ഇവിടുത്തെ അമ്മമ്മ വിചാരിക്കുക, ആ കന്നുമാമൂട്ടിൽ നല്ല പളികളിൽ അപ്പുറത്തോട്ട് പോകുന്നിടത്ത് നല്ലൊരു ചെറയുണ്ട്, അവിടെ പോയി തുണി കഴുക. അവിടെ ചെന്നാൽ രക്തവെള്ളം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആകാശത്ത് നിന്ന് രക്തമഴ പെയ്താൽ, അമ്മമ്മ രാവിലെ അച്ചായന് ചായ ഇടാൻ വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്നത് രക്തവെള്ളം. ഇതായിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ 9:30 സ്കൂളിൽ പോകാൻ അരുമയാണ് കുളന്തകൾക്ക് ടാപ്പ് ധരിച്ചാൽ വരാൻ പോകുന്ന ഒരു രക്തവെള്ളം. തീർന്നില്ല, അത് കഴിഞ്ഞ് 9:30 തുണി കഴുകാൻ പോയാൽ വരാൻ പോകുന്ന ഒരു രക്തവെള്ളം. ഇന്ന നാൾക്കളിൽ എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല, ബ്ലഡ് മൂണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദാണ്ട് ജല ദുരന്തം 2016 എല്ലാവരും കേട്ടാട്ട്. സോമാലിയയിൽ ജലദുരന്തം, രക്തവെള്ളം ഇറങ്ങി. അത് കഴിഞ്ഞ് 2018 ശ്രീലങ്കയിൽ ഇറങ്ങി. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻ കി ബാത്ത് മോഡി സാർ പറഞ്ഞതുകൊണ്ട് തോടി സി ദേർ ബാദ് ഇന്ത്യ കോ ജോ ബാഗർ കിനാർ മേ കൂൻ കാ ബാരിഷ് ആയേഗാ, രക്തമഴ പെയ്യുമെന്ന് സ്വത്രം മൊബൈൽ അടിച്ചാൽ മതി. ഇന്ന് രാത്രി മോഡി സാർ പറയുന്നതിന് മുമ്പ്, സോമാലിയയിൽ രക്തമഴ പെയ്യുന്നതിന് മുമ്പ്, ശ്രീലങ്കയിലെ കടൽ തീരങ്ങൾ രക്തമഴ വീഴുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് രക്തമഴ പെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഇന്ന് രാത്രി ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഓൺലൈനിൽ ബാക്കിയെല്ലാം കണ്ടോണം. വരാൻ പോകുന്നു ജലദുരന്തം. ഇന്ന് രാത്രി പളുകളിനോട് എനിക്ക് പറയാനുള്ളത്, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു വീട്ടിൽ കാപ്പി ഇടുന്ന രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്ന രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പിനകത്ത് കാപ്പി ഇടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ മക്കളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ ഉടുപ്പ് കഴുകുന്നതിന് മുമ്പ്, മറ്റൊരു രക്തം മധ്യാകാശത്തിൽ കരമുയർത്തുന്നവർക്കായി ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരാറ്. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ ഇടവേളയിലേക്ക് ഇന്ന് രാത്രി ഇവിടെ ഒരു ബാലിബന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സ്തോത്രം. എന്താ അവൻ്റെ ബാലിബന്റെ പ്രത്യേകത? അവൻ്റെ അടുത്ത് ആരോണ്ട് പറഞ്ഞു അവന് പാപമുണ്ടെന്ന്. സ്തോത്രം. അവൻ നേരെ പാറശാല ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പാപമുണ്ട്. ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, മരുന്നില്ല, പൊക്കോളെ. അപ്പോൾ ആരാണ്ട് പറഞ്ഞത്, നെയ്യാറ്റിക്കര പോയി ഒരാഴ്ച അഡ്മിറ്റായി, നിനക്കടന്നാൽ പാപം മാറിക്കിട്ടുമെന്ന്. അവിടെ ചെന്നിട്ട് അവൻ പറഞ്ഞു ഒരാഴ്ച അഡ്മിറ്റാ. അവർ പറഞ്ഞ് രക്ഷയില്ല. മൂന്നാമത് ആരോ പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയാൽ നിൻ്റെ സർജറി ചെയ്ത് പാപം മാറ്റും. എന്നാൽ അവൻ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പാപമുണ്ടെന്ന് മാറ്റണമെന്ന്. ഡോക്ടർ പറഞ്ഞ് സ്ഥലം വിട്ടോളാം. സ്തോത്രം. നാലാമത് ആരാണ്ട് പറഞ്ഞ് RCC ചെന്നാൽ അത് റേഡിയേഷൻ അടിച്ച് എൻ്റെ പാപം കരിച്ചു കളയുന്നു. സ്തോത്രം. അവൻ അവിടെ ചെന്ന് ഇന്ന് രാത്രി പാറശാല താലൂക്ക് ആശുപത്രിയിലും പാപത്തിന് മരുന്നില്ല. ഇന്ന് രാത്രി നെയ്യാറ്റിങ്കര TV ജംഗ്ഷനിൽ പാപത്തിന് അഡ്മിഷൻ ഇല്ല. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പാപത്തിന് സർജറി ഇല്ല. RCCയിൽ റേഡിയേഷനുമില്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരു വാക്സിൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ആ വാക്സിൻ്റെ പേരത്ര കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടായിട്ട് ഒന്നാമത്തെ ഇടവേള 2000 വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തിലാണ് പോളിയോ. എന്താ പോളിയോയുടെ പേര്? പോളിയോ കണ്ടുപിടിച്ച ആരാ? ജോൺ ലിറ്റിൽ വാക്സ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പോളിയോയുടെ പ്രത്യേകത എന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഇവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് പോളിയോ ബാധിച്ച് കിടക്കാൻ അവർ അനുവദിക്കത്തില്ല. അന്നേരമല്ലേ പഞ്ചായത്തിൻ്റെ പരസ്യം, കുളന്തേ കൊണ്ടുവാങ്ങേ ഫ്രീ വാക്സിൻ. സന്തോഷമില്ലല്ലോ? കുളന്തേ കൊണ്ടുവാങ്ങേ ഫ്രീ വാക്സിൻ. ആശാ വർക്കർ വീട്ടിൽ ഇറങ്ങും. അന്നേരം ഇവിടുത്തെ ജ്യോതിമോള് കുളന്തയ്ക്ക് നല്ല വാക്സിൻ കൊടുക്കാതെ പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ ചിക്കൻ തിന്നാൻ പോകും. പിന്നെ കർത്താവിൻ്റെ കുറ്റം പറയും. മനസ്സിലാകുന്നവർക്കായി നീ കൊടുക്കേണ്ടത് നീ കൊടുക്കാതെ കർത്താവിനെ കുറ്റം പറയരുത്. സ്തോത്രം. അതെന്തിനു വേണ്ടിയാ? വരാനിരിക്കുന്ന പോളിയോയ്ക്ക് പകരമായി കൊടുക്കുന്ന വാക്സിനാ ഇന്നത്തെ പോളിയോ വാക്സിൻ. എന്നാൽ ഇന്ന് രാത്രി പളുകളിലോട് മനുഷ്യ ജീവിതത്തിൽ ഒരു പോളിയോ വന്നിട്ടുണ്ട്. അതിന്റെ പേരാ പാപത്തിന്റെ വിപത്ത്, മദ്യപാനം, മദിരാക്ഷി, കള്ളുകുടി, കൊലപാതകം, കത്തിക്കുത്ത്. അതിന് പരിഹാരമായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു വാക്സിൻ തരാൻ കഴിയത്തില്ല. കാവൽത്തുறை അധികാരികൾക്ക് ഒരു വാക്സിൻ തരാൻ കഴിയത്തില്ല. ഇന്ന് നാൾക്കളിൽ പാപത്തിന് പരിഹാരമായി ഒരു വാക്സിൻ ഞങ്ങൾ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ അവസാന നാളുകളിൽ തരുന്നു. അത് താൻ ആട്ടുംകുട്ടിയും രക്തം കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കുഞ്ഞാടിൻ്റെ
വിലയേറിയ രക്തം നിന്റെ സകല പാപമല്ല സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി നാളെ ഇവിടെ യോഗമല്ല, തായെ തകർപ്പരെ തമ്പി തങ്കച്ചി മേടയിലൊക്കെ ഇരിക്കുന്ന പ്രിയ மாணவர்களே, இந்த ஒலி பக்கத்தில் யாவரும் என்று கேட்குது. இந்த 3வது நாட்கள் அருமையான தேவன் வல்லமை இந்த பட்டணத்தில் வருகிறது. அதுக்கு தான் இன்னும் நீ மரிச்சால் நின் நித்தியதை விட புண்ணிய ஸ்தலங்களே போகாது, பணத்தை வாரி வாரி கொடுக்காது. இந்த நாள் அருமையான செய்தி கூட்டங்களில் எந்தவே நீங்க உட்கார்ந்த ஜெபத்தை சொல்லிக்கொண்டு இந்த மாதிரி பேசுகிறது. இயேசு என் ரட்சகர், இயேசு என் கர்த்தர், அவன் ராஜாக்கன்மாரோட ராஜாவாய் மடங்கி வரான் காலமாய். யார் இந்த நாட்களில் உள்ளத்தை கை வச்சப்பச்சன்னு மகிமை கொடுக்க நின் பேர் ஜீவ புஸ்தகத்தில் சேர்க்க, ஜீவ புസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറാ. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കത്തുകൊണ്ടതിന് ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഫിലാഡൽഫിയ സഭയെ ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ രാജാക്കന്മാരുടെ രാജാവായി അവൻ വരാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.